ഒരു ആത്മവിമർശനമെന്നോ ഒരു സ്വയം വിമർശനമെന്നോ നമുക്ക് കരുതാം. മുൻപിൽ ഒരു കണ്ണാടി പിടിച്ചിട്ട് പ്രസംഗിക്കുന്നത് പോലെ. ഇന്ന് ലേഖനഭാഗമായി നാം ശ്രദ്ധിച്ച പത്രോസ് എഴുതിയ വാക്കുകൾ വിശ്വാസ സമൂഹത്തിന്റെ ഉപദേശ സംഹിത എന്ന് വിളിക്കാം. ദ ഗൈഡിംഗ് ടീച്ചിങ്സ് ഓഫ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റി. ഈ ഉപദേശ സംഹിതയ്ക്ക് ഒരു സ്രോതസ്സുണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. എവിടെ നിന്നാണ് പത്രോസിന് ഈ വാക്കുകൾ കിട്ടിയത്? അത് കണ്ടെത്തണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 18 മുതൽ 35 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എഫെസോസിലെ ഇടയന്മാർക്ക് പൗലോസ് അപ്പോസ്തലൻ നൽകിയ ഉപദേശം, ആ ഉപദേശത്തിന്റെ പൊരുൾ പത്രോസിന്റെ വാക്കുകളിലും നന്നായി പ്രതിഫലിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പൗരോഹിത്യത്തെ സംബന്ധിച്ച് പൗലോസിനും പത്രോസിനും ഒരേ നാമാണ്. സംഘടിതമായ സഭയിൽ രൂപം കൊള്ളുന്ന പ്രശ്നങ്ങൾക്കൊപ്പം സമൂഹം ഉയർത്തുന്ന വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ട ചുമതല ഇടയന്മാർക്കുണ്ട്. മാതൃകയാക്കേണ്ടത് ക്രിസ്തുവിനെ മാത്രമാണ്. ക്രിസ്തുവിന്റെ കഷ്ടപ്പാടാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. പൗരോഹിത്യം, പട്ടത്വം, ഇടയദൗത്യം എന്നത് കേവലം മാനസികമായ ഒരു ഉത്തരവാദിത്വമല്ല, അത് ദൈവദത്തമായ ഉത്തരവാദിത്വമാണ്. പത്രോസ് വളരെ പ്രാധാന്യം നൽകി പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇടയന്മാർ ദൈവഹിതത്തിനനുസരിച്ച് ദൈവജനത്തെ നയിക്കണം. 2, പൗരോഹിത്യത്തിൽ പണമോഹം അരുത്. പൗരോഹിത്യവും പണവും തമ്മിൽ ചേർന്ന് പോകാൻ പാടില്ല. 3, വൈദികർ ജീവിതം കൊണ്ട് ഉത്തമ മാതൃകയായി മാറണം. അങ്ങനെയെങ്കിൽ ആരാണ് പുരോഹിതൻ, ആരാണ് വൈദികൻ? പീഡനങ്ങളും വിചാരണകളും കഷ്ടങ്ങളും നേരിടുന്ന ആട്ടിൻകൂട്ടം തെറ്റിപ്പോകാതെ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സാക്ഷ്യ സമൂഹമായി സഭയെ സജ്ജമാക്കേണ്ടവരാണ് പുരോഹിതർ. ആടുകളെ നയിക്കുമ്പോൾ, ദൈവജനത്തെ പരിപാലിക്കുമ്പോൾ നിർബന്ധമായും വിനയത്തോടെയാണ് അത് നിർവഹിക്കേണ്ടത് എന്ന് പത്രോസ് അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തും. 2 പദങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, പത്രോസ് പറയുന്നത് വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് ആട്ടിൻ കൂട്ടം എന്നാണ്, ആട്ടിൻ പറ്റൽ. ഈ ആട്ടിൻ തൊഴുത്ത്, ആല എന്ന് പറയുന്നത് ആടുകളെ അടച്ചു സൂക്ഷിക്കുന്ന ഇടമാണ്. ചരിത്രപിതാവും ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ഗ്രാമവാസികളും കുലത്തുകനായി സ്വീകരിച്ചിരുന്നത് ഇടയവൃത്തിയാണ്, ആടുപരിപാലനം. ഒരാട്ടിൻ തൊഴുത്ത് നിർമ്മിക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ഭാരം വരും. അതുകൊണ്ട് ഓരോ ഇടയന്മാരും സ്വന്തം ആല നിർമ്മിച്ചിരുന്നില്ല. പകരം ഒരു ഗ്രാമത്തിലെ ഒരു കൂട്ടം ഇടയന്മാർ ഒരുമിച്ച് ചേർന്ന് സംയുക്തമായി ആല നിർമ്മിച്ചിരുന്നു എന്നതാണ് ചരിത്രം. മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന ആളുകളെ ഇത്തരം സംയുക്തമായി നിർമ്മിച്ചിരുന്ന ആലയിൽ ഒരുമിച്ച് പാർപ്പിച്ചിരുന്നു. രാവിലെ ആകുമ്പോൾ ഇടയന്മാർ ഓരോരുത്തരായി വന്ന് തങ്ങളുടെ ആട്ടിൻ പറ്റുമായി മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകുന്നതാണ് പതിവ്. ഓരോ ആടും തങ്ങളുടെ ഇടയന്റെ ശബ്ദം പരിചിതമാകയാൽ ഓരോ ഇടയന്റെയും സ്വരം കേൾക്കുമ്പോൾ അതാത് ഇടയന്റെ ആടുകൾ മാത്രം ആലയിൽ നിന്ന് ഇറങ്ങി വരും. യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു എന്നാണ്. അതൊരെത്രായ ശീലമാണ്, അതൊരെത്രായ ചരിത്രമാണ്. മിക്കവാറും ഈ വലിയ പാറ ഇടുക്കുകളിൽ, വലിയ ഗുഹകളിലൊക്കെ ആയിരിക്കും ആടുകളുമായി ഇടയന്മാർ തങ്ങാറ്. വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലെ വലിയ ഗുഹകൾ. ഈ ആടുകളെല്ലാം ഗുഹക്കകത്തേക്ക്, ആനക്കകത്തേക്ക് കയറ്റിയതിനു ശേഷം ഇടയൻ ആ ഗുഹാമുഖത്ത് ഇങ്ങനെ നിറവിൽ കിടക്കും. എന്തിനാണെന്നറിയാമോ? പുറത്തു നിന്ന് ഏതെങ്കിലും ഒരു വന്യമൃഗം ഈ ആലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇടയനെ ആദ്യം ആക്രമിക്കണം. ഇടയനെ കീഴ്പ്പെടുത്തിയാലേ ആടുകളെ കിട്ടുകയുള്ളൂ. ഇനി തിരിച്ച് ആനക്കകത്തുനിന്ന് ഏതെങ്കിലും ഒരു ആടുകൾ പുറത്തു പോകണമെങ്കിൽ ഇടയനെ ചവിട്ടിയാലേ
ഇടയനെ വേദനിപ്പിച്ചാലേ പുറത്തു പോകാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ വാതിലാകുന്നു എന്ന് യേശു പറഞ്ഞതിന്റെ സാരാംശം ഈ ആട്ടിൻ തൊഴുത്തുകളെയും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഗുഹാമുഖത്ത് തന്റെ ആടുകളെ സൂക്ഷ്മതയോടെ പരിപാലിച്ചുകൊണ്ട് ഉറങ്ങാതെ മയങ്ങാതെ കാക്കുന്ന ഇടയനാണ് ക്രിസ്തു എന്ന സുവിശേഷം നമ്മെ പഠിപ്പിക്കും. രണ്ടാമത്തെ പദം ആട് ആണ്. എന്തുകൊണ്ടാണ് ഈ ദൈവവിശ്വാസികളെ ആട്ടിൻ കൂട്ടമായി ആടുകളായി ബൈബിൾ പലയിടങ്ങളിൽ വിളിച്ചിരിക്കുന്നത്? 95-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, 100-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായം, ഇവിടങ്ങളിലെല്ലാം നാം കാണുന്നത് നമ്മളൊക്കെ ദൈവത്തിന്റെ കയ്യിലെ ആടുകൾ എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം ആടുകളോട് നമ്മുടെ ജീവിതത്തിൽ ഉപമിച്ചിരിക്കുന്നത്? കാരണം ആട് ബലഹീനമാണ്, നിഷ്കളങ്കമായ ജീവിയാണ്, അസുജന്യം, ബലഹീനമാണ്. ആനയെ ബലി കൊണ്ട് നിയന്ത്രിക്കാം, പക്ഷെ ആടിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല, പരിശീലിപ്പിക്കാൻ കഴിയില്ല. ആട് തന്നിഷ്ടത്തിന്റെ പാതയാണ് തിരഞ്ഞെടുക്കുക. മൃഗങ്ങളിൽ കാഴ്ചശക്തി കുറഞ്ഞ ജീവിയാണ് ആട്. ഏതാനും മീറ്ററുകൾ മാത്രമേ കാണാനാകൂ. അതുകൊണ്ട് കൂട്ടം തെറ്റി പിന്നിലായി പോയാൽ ആടുകൾക്ക് വഴിതെറ്റുന്നത് കാഴ്ചശക്തിയിലെ പരിമിതികളാണ്. പിന്നെ ഈ ആടിന്റെ ഒരു പ്രത്യേകത, ആവശ്യമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും തലയിടും, ഊരാ കുടുക്കുകളിൽ ചെന്നപ്പെടും, തുള്ളിച്ചാടി പോകും, കൗതുകങ്ങളൊക്കെ കാണും. ഈ ഊരാ കുടുക്കിൽ ചെന്നപ്പെടുമ്പോൾ നമ്മൾ ഫയർഫോഴ്സോ പോലീസിനോ ഒക്കെ വിളിച്ച് ഈ ആടിനെ രക്ഷപ്പെടുത്തുന്ന വാർത്തകളും നമ്മൾ കാണാറുണ്ട്. പ്രതിരോധിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. പ്രതിസന്ധികൾക്ക് മുൻപിൽ ഭയന്നോടുള്ള ജീവിയാണ് ആട്. കുറേയേറെ ഓടിക്കഴിയുമ്പോൾ ഭയവും കാലുകൾക്ക് ഉരച്ചിലും ഒക്കെ ഉണ്ടാകും. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എത്രമാത്രം കഴിക്കണം എന്നതിന് ഒരു ക്രമവുമില്ല ഈ ആടിന്. കണ്ടതെല്ലാം തിന്നും. ഇത്രയധികം ബലഹീനതകളുള്ളതിനാൽ ഇടയനെ കൂടാതെ ആടുകൾക്ക് ജീവിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ അനുഗ്രഹീതനായ ദാർശനികൻ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിന്റെ ഒരു കൃതി നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പാത്തുമ്മയുടെ ആട്. ഈ പാത്തുമ്മയുടെ ആട് വീട്ടിനകത്തൊക്കെ ഇങ്ങനെ കയറിറങ്ങി നടക്കും. എല്ലാവർക്കും ശല്യക്കാരനായ ആട്, അജസുന്ദരി എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതിനെ വിളിക്കുന്നത്. ബെന്യാമിൻ ലോകത്തെ സ്വാധീനിച്ചൊരു പുസ്തകം എഴുതി, ആടുജീവിതം. മനുഷ്യന്റെ വ്യതകളാണ്, മനുഷ്യന്റെ ബലഹീനതകളാണ്, മനുഷ്യന്റെ കഷ്ടങ്ങളാണ്, മനുഷ്യൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലാണ്. മനുഷ്യന്റെ ജീവിതം പച്ചയായി എഴുതിയിരിക്കുകയാണ് ആട് ജീവിതം. അതുകൊണ്ട് നമ്മളൊക്കെ ആടുകളാണ്. അച്ഛൻ ആവേശത്തോടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ആളുകളെല്ലാം വളരെ ശ്രദ്ധയോടെ അച്ഛന്റെ പ്രസംഗം കേൾക്കുന്നു. സ്ത്രീകളുടെ ഭാഗത്ത് ഏറ്റവും മുൻപിലായി പ്രായം ചെന്നൊരു അമ്മച്ചി ഈ അച്ഛനെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നു. ഇടയ്ക്കൊക്കെ ഈ അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. പ്രസംഗം എത്തിയ തന്നെ അച്ഛൻ തീരുമാനിച്ചു, ഏതായാലും ഈ പ്രസംഗം കഴിഞ്ഞ് ഈ അമ്മച്ചിയോട് പോയിട്ട് സംസാരിക്കണം. പ്രസംഗം കഴിഞ്ഞു. അച്ഛൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങൾ എന്റെ പ്രസംഗം വളരെ ശ്രദ്ധയോടെ കേട്ടു. ചിലപ്പോഴൊക്കെ കണ്ണുനീരോടുകൂടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്. ഞാൻ പറയുന്ന ഏത് വാക്യമാണ് നിങ്ങൾ ഇത്രയേറെ സ്പർശിച്ചത്? അല്ലെങ്കിൽ ഞാൻ ഏത് സംഭവം പറഞ്ഞപ്പോഴാണ് കണ്ണുനീരോടെയൊക്കെ നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടത്? അമ്മച്ചി പറഞ്ഞു, അച്ഛന്റെ പ്രസംഗമൊന്നുമല്ല എന്നെ കരയിച്ചത്. അച്ഛന്റെ പ്രസംഗമൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ നിന്നൊരു ആട്, ആ ആട് നിന്ന നിൽപ്പിൽ ചത്തുപോയി. ആ ആടിന്റെ താടിയിൽ അച്ഛന്റെ താടിയിൽ കണ്ടാൽ ഏതൊരു ഒടിയിലൂടെ ഇരിക്കും. അച്ഛനിങ്ങനെ വീട്ടിൽ കുറുക്കിയൊക്കെ പ്രസംഗിക്കുമ്പോൾ സത്യത്തിൽ എന്റെ ചത്തുപോയ ആടിനെയാണ് എനിക്ക് ഓർമ്മ വരിക. ആട് ജീവിതമാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്ന ആത്മീയ ജീവിതത്തിന്റെ ഉത്തമ ഉദാഹരണം. നമ്മളൊക്കെ ആടുകളാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ 3 ചോദ്യങ്ങൾ നമ്മൾ നേരിട്ടേ മര്യാദയുള്ളൂ. കാരണം ഇത് പുരോഹിതത്തിലേക്ക് മാത്രമുള്ളതല്ല ഈ വചനങ്ങൾ. നമ്മളെല്ലാവരും രാജകീയ
പുരോഹിത വർഗത്തിലെ അംഗങ്ങളാണ്. ഏറിയോ കുറയോ പുരോഹിത വർഗത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ചില ചോദ്യങ്ങൾ ഇന്നത്തെ ലേഖന പാഠത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ചോദ്യങ്ങൾ നമുക്ക് സ്വയം വിലയിരുത്തുന്നതിന് വേണ്ടി നമുക്ക് ചോദിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തെ വിലയിരുത്താൻ ഉതകുന്ന 3 ചോദ്യങ്ങൾ. നാം ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തിൽ തന്നെയാണോ എന്ന് സ്വയം പരിശോധിക്കാൻ സഹായിക്കുന്ന 3 ചോദ്യങ്ങൾ. നാം രാജകീയ പുരോഹിത വർഗത്തിൽ പെട്ടവരാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ നേരിട്ടേ മതിയാവുകയുള്ളൂ. 1, നാം പരത്തുന്ന ഗന്ധം ഏതാണ്? ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമായി നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുന്ന ഗന്ധം ഏതാണ്? സുഗന്ധമാണോ ദുർഗന്ധം ആണോ? What kind of fragrance are we spreading? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, A shepherd must have the smell of a sheep. A shepherd must have the smell of a sheep. ഒരു ഇടയന് ആടുകളുടെ ഗന്ധം ഉണ്ടാകണം. അതാണ് ശരിയായ ഇടയൻ. തിരിച്ച് ആടുകൾക്ക് ഇടയന്റെ ഗന്ധം ഉണ്ടാകണം. ഗന്ധമുണ്ടാകാൻ ഇഴുകി ചേർന്നേ മതിയാവുകയുള്ളൂ. ഒരു ഇടയൻ ജനങ്ങളുമായി, സാധാരണപ്പെട്ട ആളുകളുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇടയന് ആടുകളുടെ ഗന്ധം ഉണ്ടാകുന്നത്. യേശുവിന് അങ്ങനെ ഒരു ഗന്ധം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ പിറന്നത് കാലിത്തൊഴുത്തിലാണ്. പെസഹാ കുഞ്ഞാടായിട്ടാണ് ജീവിതത്തിന്റെ അന്ത്യം. അങ്ങനെയെങ്കിൽ ഇടയന് ആടുകളുടെ ഗന്ധം ഉണ്ടായിരുന്നതിൽ ഏറ്റവും മികച്ച ഉദാഹരണം നമ്മുടെ ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് മികച്ച ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. മുറിവേറ്റതാണ് വഴിയിൽ കിടക്കുന്നു. എല്ലാവരും തിരക്കിലാണ്. പക്ഷേ ആ ശമരിയിൽ നിന്നുള്ളവൻ തന്റെ വാഹനം നിർത്തി അവിടെ ഇറങ്ങി മുറിവേറ്റവന്റെ മുറിവ് കെട്ടി അവന്റെ ജീവിതത്തിൽ സൗഖ്യമേകി അവനെ കരം പിടിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശമരിയാക്കാരന് ഇടയന്റെ സുഗന്ധം. അസീസിയിലെ ഫ്രാൻസിസ് ഒരു കുഷ്ഠരോഗിയെ തിരുമുറാൾ ചോദിച്ചു. ഇത് കണ്ടുകൊണ്ട ആളുകളുടെ കണ്ണ് നിറഞ്ഞു. ഫ്രാൻസിസ് അസീസി കുഷ്ഠരോഗിയെ ചുംബിച്ചു. കുഷ്ഠരോഗിയെ ചുംബിക്കുമ്പോൾ ആ വിളങ്ങളൊക്കെ ഒന്നൊന്നായി മാറിക്കൊടുക്കുന്നു. കണ്ടുകൊണ്ട ആളുകൾക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, That young man smelt Christ. ഇപ്പോൾ ഫ്രാൻസിസ് അസീസിക്ക് ക്രിസ്തുവിന്റെ സുഗന്ധം. ഒരു റിട്ടയർഡ് പുരോഹിതനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം അവസാനിക്കാൻ പോവുകയാണല്ലോ, തിരികെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഒരു പുരോഹിത ജീവിതം, ഒരു ഇടയ ജീവിതം നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആ പുരോഹിതൻ പറഞ്ഞു, കുറച്ചുകൂടി ആത്മസംയമനം പാലിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടി നല്ല പുരോഹിതനായി മാറിയേനെ. കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി വാക്കുകൾ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ, കുറച്ചുകൂടി പെരുമാറ്റത്തിലും ശീലത്തിലും ഒരു ശ്രദ്ധ പുലർത്തിയിരുന്നുവെങ്കിൽ കുറെ കൂടി സുഗന്ധമുള്ള ഇടയനായി മാറിയേനെ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഭാരമില്ല, അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തിയാണ് പൗരോഹിത്യത്തെ ഇത്രമേൽ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ പൗരോഹിത്യത്തെ വല്ലാതെ ജീർണിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. പാട്ടുകാരൻ പാടുന്നുണ്ട്, പകർന്ന തൈലം പോലും നിന്നാമം വഴിയിൽ ദുഷിയിൽ ഞെരുക്കങ്ങളുടെയും മധ്യേ സുഗന്ധം പരത്തുന്ന ഇടയന്റെ സുഗന്ധമുള്ള ശുശ്രൂഷകനാകാൻ നമുക്ക് കഴിയുമോ? ഒരാളാണ് നഷ്ടപ്പെട്ടു പോയത്, ഇടയിൽ അകത്ത് വരുമോ? ഒരാള് നമ്മുടെ സഭയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ഒരാള് നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ ക്രിസ്തു എന്ന ഇടയിൽ വേദനിച്ചതുപോലെ ഒരു വേദന നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടോ? ആ പാട്ടുകാരൻ എങ്ങനെയാണ് പാടിയത്? അന്തിയിൽ ആടിന്റെ എണ്ണമെടുക്കുമ്പോൾ ഒന്ന് കുറഞ്ഞാൽ ആ രാത്രി പോക്കു തന്നെ. അന്തിയിൽ ആടിന്റെ എണ്ണമെടുക്കുമ്പോൾ ഒന്ന് കുറഞ്ഞാൽ ആ രാത്രി പോക്കു തന്നെ. കാട്ടിലും മേട്ടിലും
ചൂട്ടുവിളിച്ചൂടി ഒടുവിലടിയേനെ കണ്ടെത്തിടും. കാട്ടിലും മേട്ടിലും ചൂട്ടുവിളിച്ചൂടി ഒടുവിലടിയേനെ കണ്ടെത്തിടും. കൺകോടിലപ്പോ ജലം നിറയുന്നത് സങ്കടം കൊണ്ടോ സന്തോഷം കാരണമോ. കൺകോടിലപ്പോ ജലം നിറയുന്നത് സങ്കടം കൊണ്ടോ സന്തോഷം കാരണമോ. ഒരാള് നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുമ്പോൾ ഇടയന്റെ കണ്ണു നിറയുന്നുവെങ്കിൽ അതാണ് ഒരു ഇടയന്റെ സുഗന്ധപൂർണമായ ശുശ്രൂഷ എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തും. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കട്ടെ, നാം പരത്തുന്ന ബന്ധം ഏതാണ്? സുഗന്ധമാണോ ദുർഗന്ധം ആണോ? 2, ഒരുപാട് ശബ്ദങ്ങൾ ഈ ഇടയ ശുശ്രൂഷയിൽ നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പ്രധാനമായും ഇടയ വൃത്തിയുമായി ബന്ധപ്പെട്ട് 2 ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. ഒന്ന് ഇടയന്റെ ശബ്ദം, മറ്റൊന്ന് അന്യന്റെ ശബ്ദം. ഇതിൽ ശരിയായ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഇടയന്റെ സ്വരവും അന്യന്റെ സ്വരവും ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് അജഗണത്തിന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ആട്ടിൻകൂട്ടം ദിശ മാറുവാൻ സാധ്യതയുണ്ട്. ചോദ്യം ഇതാണ്, നാം പരിഗണിക്കുന്ന ശബ്ദം ആരുടേതാണ്? ഹൂസ് വോയിസ് ആർ വി ലിസ്ണിംഗ് ടു? ഈ നല്ല ഇടയന്റെ ശബ്ദം തിരിച്ചറിയാൻ ചില വഴികളുണ്ട്. നല്ല ഇടയൻ ജീവൻ ഉണ്ടാകാനും അജഗണത്തിന് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും നിൽക്കുന്ന ഇടയനാണ്. ആടുകൾക്ക് വേണ്ടി ജീവൻ പോലും വെടിയാൻ സന്നദ്ധനാകുന്ന ആളാണ് നല്ല ഇടയൻ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളെയും നടത്താം, പരിഗണിക്കാം എന്ന മനോഭാവമാണ് നല്ല ഇടയന്റേത്. നിത്യജീവൻ നൽകാം, ചെന്നായി വരുമ്പോൾ ജീവൻ കൊടുത്തും സംരക്ഷിക്കാം. ഇതാണ് നല്ല ഇടയന്റെ ഗുണങ്ങൾ. എന്നാൽ ഈ അന്യൻ, സ്ട്രേഞ്ചർ, അന്യന്റെ ശബ്ദം, അന്യൻ വേറെ വഴിയായി കയറുന്നവൻ, അവൻ കള്ളനാണ്, കവർച്ചക്കാരനാണ്. സ്വന്തം പദവിയിൽ നിലയിൽ ഉറപ്പിക്കാൻ ഏത് ഗുണയും പറയുന്നതാണ് അന്യന്റെ ശബ്ദം. ബലപ്രയോഗത്തിലൂടെ, സ്വാധീനത്തിലൂടെ, രാഷ്ട്രീയത്തിലൂടെ കാര്യസാധ്യം നേടുന്ന അന്യന്റെ സ്വരം. യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായം ഈ അന്യന്മാരായ ഇടയന്മാരെ കുറിച്ച് യെഹെസ്കേൽ പ്രവചനം നടത്തിയിട്ടുണ്ട്. അന്യന്മാരായ ഇടയന്മാർ. അപ്പോൾ ശരിക്കും ആരാണ് നല്ല ഇടയൻ? ആരാണ് അന്യനായ അനുഭവത്തിൽ ഈ ഇടയ ശുശ്രൂഷയിൽ കളങ്കപ്പെടുത്തുന്നത്? യെഹെസ്കേൽ 34 പറയും, അന്യന്മാരായ ഇടയന്മാർ ആടുകളെ മേയ്ക്കുന്നതിന് പകരം തങ്ങളെ തന്നെ മേയ്ക്കുന്നത്. അവർക്ക് അയ്യോ കഷ്ടം. ദീനം പിടിച്ചതിനെ ചികിത്സിക്കാത്തവർ, ഒടിഞ്ഞതിനെ മുറിവ് കിട്ടാത്തവർ, ചിതറിപ്പോയതിനെ തിരിച്ചു നിർത്താത്തവർ, കാണാത്തവരെ അന്വേഷിക്കാത്തവർ, കഠിനമായ വാക്കുകളും ക്രൂരതയും കൊണ്ട് ഈ ശുശ്രൂഷ ഏതോ ഭരണമാണ് എന്ന് ചിന്തിക്കുന്നവർ, ഈ ശുശ്രൂഷ അധികാരമാണെന്ന് ചിന്തിക്കുന്നവർ. ഇതാണ് അന്യന്മാരായ ഇടയന്മാർ. മിനിസ്ട്രി ഈസ് നോട്ട് എ സൺഡേ സ്റ്റേജ് ഷോ. ഞായറാഴ്ച 1.5 മണിക്കൂറുള്ള ഷോ അല്ല ശുശ്രൂഷ. പൗരോഹിത്യം, വൈദിക ശുശ്രൂഷ എന്നത് ആളുകളുടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും അജഗണത്തിന്റെ ഏത് ജീവിത സന്ധികളിലും ചേർന്ന് നിൽക്കാൻ, അവരുടെ കണ്ണുകൾ നിൽക്കാൻ, അവരുടെ ആവലാതികൾ കേൾക്കാൻ, അവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിൽക്കാൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാൻ. ഇതാണ് നല്ല ഇടയന്റെ സവിശേഷതകൾ. നാം പരിഗണിക്കുന്ന ശബ്ദം ആരുടേതാണ്? 3 ഒരു ചോദ്യം കൂടെ പറയാൻ അവസാനിപ്പിക്കാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ ഇടയന്മാരും എന്ന പേര് വിളിക്കും. ആ ഇടയന്റെ ആടുകൾ ആലയിൽ നിന്ന് ഇറങ്ങും മേച്ചിൽ പുറങ്ങളിലേക്ക്. ഡു വി ബിലോങ് ഓൺ ഗോഡ്സ് ലിസ്റ്റ്? ദൈവത്തിന്റെ പട്ടികയിൽ നമ്മളുണ്ടോ? ഇതാണ് ചോദ്യം. ദൈവം പേര് വിളിക്കുമ്പോൾ, ദൈവം മേച്ചിൽപ്പുറത്തിലേക്ക് നയിക്കുമ്പോൾ
ദൈവം നിത്യതയുടെ പ്രകാശം നമ്മൾ ചെയ്യുമ്പോൾ ആ ദൈവത്തിന്റെ പട്ടികയിൽ നമ്മളുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ഈ ജീവിതം വ്യർത്ഥമല്ലേ? ഈ ജീവിതം അർത്ഥശൂന്യമല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഈ പഴയ കല്യാണ ആൽബങ്ങൾ ഇരിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതാണ്. പഴയ ആൽബങ്ങൾ കുറച്ച് ചിരിക്കാനുള്ള വകയൊക്കെ കിട്ടും, നമ്മുടെ പഴയ രൂപവും ഭാവവും ഒക്കെ. ഈ പഴയ കല്യാണ ആൽബം നോക്കുമ്പോൾ മിക്കവാറും നമ്മൾ പരിചയിക്കുന്നത് എന്റെ തല അതിനകത്തുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ തല നമ്മളതിനകത്തുണ്ടോ? അതുകൊണ്ടാണ് ഒരു ചെറിയ കുഞ്ഞ് ഇങ്ങനെ ആർത്തലച്ച് കരയുന്നു. അപ്പൊ കുഞ്ഞിന്റെ കരച്ചില് കാരണം മാതാപിതാക്കളെ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അത് അപ്പന്റെ കല്യാണാൽബത്തിൽ ഞാനില്ലല്ലോ, ഇതാണ് കരച്ചിൽ. അപ്പൊ എന്റെ തലയുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള വ്യഗ്രതയിൽ ദൈവത്തിന്റെ പട്ടികയിൽ നമ്മൾ കിടന്നുണ്ടോ? നമ്മൾ ആ പട്ടികയിലുണ്ടോ? നമ്മൾ ആ ലിസ്റ്റിലുണ്ടോ? പേര് ചെന്ന് വിളിക്കുന്ന ദൈവം, വ്യക്തിപരമായി ഇടപെടുന്ന ദൈവം, ആരും കാണാതെ കാട്ടുതീയിൽ കയറിയ സക്കായിയെ നീ വെറുക്കപ്പെട്ടവരല്ല, നീ അബ്രഹാമിന്റെ മകൻ. കർത്താവ് ഉയർത്ത കർത്താവ് പത്രോസ് വിളിക്കുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, അബ്രഹാമിന്റെ ദാസിയായ ഹാഗാർ അടിച്ച് പുറത്താക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. മരുഭൂമിയിൽ വാഴ വിളിക്കുമ്പോൾ ദൈവം വിളിക്കുന്നു, സാറായുടെ ദാസിയായ ഹാഗറെ. ഉൽപ്പത്തി പുസ്തകം 16-13. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. മിക്കവാറുമൊക്കെ ദൈവത്തിന്റെ പട്ടിക നോക്കി നമ്മൾ വിളിക്കുമ്പോൾ, നമ്മുടെ പേര് വിളിക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വിളിക്കുന്ന നമ്പർ പരിധിക്കപ്പുറം, നിങ്ങൾ വിളിക്കുന്ന നമ്പർ തിരക്കിലാണ്. ഈ വഴിയിൽ എല്ലാ ലൈനുകളും ബിസിയാണ്. നിങ്ങൾ ക്യൂവിലാണ്. നിങ്ങൾ വിളിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. നാം ദൈവത്തിന്റെ പട്ടികയിലുണ്ടോ? ഒരു വാക്യം വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യം വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാക്യമാണ്. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? 3 ചോദ്യങ്ങളാണ് പട്ടത്തെ ശുശ്രൂഷയുടെ വ്യത്യസ്ത മാനുകളിൽ നാം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചത്. 3 കാര്യങ്ങൾ. 1, ഈ ആട്ടിൻ പഞ്ചം എന്ന ജീവിതാവസ്ഥയിൽ നാം പരത്തുന്ന ഗന്ധം ഏതാണ്? 2, നാം പരിഗണിക്കുന്ന ശബ്ദം ആരുടേതാണ്? 3, നാം ദൈവത്തിന്റെ പട്ടികയിലുണ്ടോ? നമുക്ക് എഴുന്നേറ്റ് ഒരു ചെറിയ പ്രാർത്ഥന, ഇന്ന് നാം കേട്ട വചന സന്ദേശവുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു പ്രാർത്ഥന എന്റെ പിന്നാലെ ചൊല്ലാം. ഈ ചെറിയ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ കർത്താവായ യേശുവേ, പകൽ മേഘമായി രാത്രി അഗ്നിയുമായി ഞങ്ങളെ വഴി നടത്തിയാലും രാജകീയ പുരോഹിത വർഗമായ ഞങ്ങൾ സുഗന്ധമുള്ള ഇടയന്റെ സ്വരം കേൾക്കുന്ന ദൈവത്തിന്റെ പട്ടികയിൽ ഇടമുള്ളവരായി ജീവിക്കാൻ പ്രാപ്തി നൽകണമേ. ആമേൻ.